അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതിനെ കഴിഞ്ഞ ദിവസത്തെ കുറേ വീഡിയോസൊക്കെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലത് നമുക്ക് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നെങ്കിലുണ്ട്, നമുക്ക് ചിരി വരും അതൊക്കെ വായിക്കുമ്പോഴത്തേക്ക്. എന്നാലും ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ടോ. ആർക്കെങ്കിലുമൊക്കെ റിപ്ലൈ തരാനായിട്ടതുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇന്നും നാളെയൊക്കെ ആയിട്ട് തന്നിരിക്കും, തരാതിരിക്കത്തില്ല. ചില സമയം എടുത്താലും ഞാൻ റിപ്ലൈ എല്ലാവർക്കും തരും കേട്ടോ. ഞാൻ കുറേ പേർക്കൊക്കെ കൊടുത്തിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് ഇനിയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ എന്നെ ചോദ്യങ്ങൾ ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്ത് തരും കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ, ഇങ്ങനെ ആവശ്യം ഈ ഒരു വീഡിയോ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ആണ്. കാര്യം അനുഭവത്തിലൂടെ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഇത്രയായിട്ട്. ഇപ്പോൾ ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് അറിയാവുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ സാധനം കൊടുത്തും വിടാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ തമ്മിലെ കാണിച്ചൊരു ചെടിയുടെ ഇലയുണ്ടല്ലോ, ആ ചെടി ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാവേ, വീഡിയോയിലൂടെ കാണിച്ചു തരാം. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നല്ല മഴക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാർ കയറി വരുന്നുണ്ട്. അപ്പം നമ്മുടെ സംഭവം എന്നാന്നുള്ളത് നമ്മുടെ ഇതേണ്ടേ ഈ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതാണ് സാധനം. കണ്ടല്ലോ എല്ലാവരും, ശരിക്കും കണ്ടല്ലോ എല്ലാവരും, ഇത് കണ്ടോളുക. ഇതാണ് സാധനം. ഞാൻ ഇതിൻ്റെ ഒരു ഇല ഇങ്ങെടുക്കട്ടെ. ഇതുണ്ട്, ഇങ്ങനെ ഓടിച്ചെടുക്കാമെന്നേ ഉള്ളൂ നമുക്ക് ഇല. അപ്പം നിങ്ങൾ ഇല കണ്ടല്ലോ, ചെടി കണ്ടല്ലോ. ഈ സംഭവം എന്നാന്ന് ആർക്കെങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നത്, ഇത് ഇലമുളച്ചി എന്ന് പറയും ഈ സാധനം. ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള ഇലയല്ല, ചെറിയ ഇല നമ്മൾ ബുക്കിനകത്ത് വെക്കും. ബുക്കിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനിങ്ങനെ വേര് വന്ന് വേറെ വേറെ തൈകളും. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ പാസ്സാകും, ജയിക്കും. അന്നൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓൾ പാസ് ഒന്നും അല്ലല്ലോ, ജയിക്കും എന്നൊക്കെയാണ്. അത് ഉണങ്ങിപ്പോയാൽ നമ്മൾ തോറ്റു പോകും എന്നൊക്കെയാണ്. അതൊക്കെ ചുമ്മാ ഒരു വിശ്വാസം, പിള്ളേരുടെയൊക്കെ ഓരോരോ രീതികളൊന്നും കണ്ടാൽ മതി, അതിലൊന്നും സത്യമില്ല കേട്ടോ. അപ്പം ഇത് ഇലമുളച്ചി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇലമുളച്ചി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നാണ് വിത്തുകൾ വരുന്നത്, ഈ ചെടിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ പണ്ടുള്ളവർക്കൊക്കെ നല്ലപോലെ അറിയാവുന്നൊരു ചെടിയാണിത്. ഇത് എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ മൂത്രത്തിക്കല്ലിനും പിന്നെ കിഡ്നി സ്റ്റോണിനും. ഇതിന് രണ്ടിനും ഇത് രണ്ടും മിക്കവർക്കും കിഡ്നിയിലും വരാറുണ്ട്, ട്യൂബയിലും വരാറുണ്ട്. അപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ ഒരു ഇല എന്ന് പറയുന്നത്. ഇതുപോലെ വലിയ ഇലയാകും കേട്ടോ, ഇതുപോലെ വലിയ ഇലയാകും, ചെറിയ ഇലയാകും. അപ്പം ഇത് നമുക്ക് എങ്ങനെ കഴിക്കണ്ടേന്നുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തരാം. കാര്യം അല്ലെങ്കിൽ ഞാൻ കഥയെല്ലാം പറഞ്ഞു തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദേഷ്യം വരും. ഇത്രയും കഥകൾ നിങ്ങൾ പറയണത്, ബാക്കി നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. അപ്പോൾ ഈ ഇലയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാവിലെ വെളുപ്പിനെ എന്ന് പറയുമ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇത് അരച്ച് മിക്സിയിലോ അരകല്ലിലോ നല്ലപോലെ അരയ്ക്കുക. ഈ ഇല പെട്ടെന്ന് നമുക്ക് തന്നെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വരുന്ന സംഭവമാണ് ഇത് കേട്ടോ. ഇങ്ങനെ ഒടിഞ്ഞു വരും. ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ട് മിക്സിയിലിട്ട് അരയ്ക്കോ, ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഈ ഇലയുടെ പിശിടൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇച്ചിരി വലുപ്പമുള്ള ഈ സ്റ്റീലിൻ്റെയൊക്കെ അരിപ്പയില്ലേ, അതിനകത്ത് അരിച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് ഒത്തിരി അങ്ങോട്ട് വലിയ തരികളും വീഴത്തില്ല, എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് സത്തൊക്കെ ഉള്ളത് അതിനകത്ത് ഇറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ അതിനകത്ത് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇത് അരയ്ക്കുന്ന കൂടെയോ അല്ലെങ്കിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലോട്ടോ ചേർക്കാം. ജീരകം ഉണ്ടെങ്കിൽ ഒരു നുള്ളി ജീരകം, ഒത്തിരി ചേർക്കല്ല, ഒരു നുള്ളി ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത്, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട, പച്ചവെള്ളത്തിൽ കലക്കി ഇത് നിങ്ങൾ കഴിക്കുക. ഇതൊരു 3 ദിവസം വെളുപ്പിന് ഇതുപോലെ കഴിച്ചേച്ച് ഇത് കുടിച്ചേച്ച് പിന്നെ എണീറ്റ് നടക്കുകയൊന്നും ചെയ്യില്ല. ഒരു അരമണിക്കൂർ നിങ്ങൾ കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് ആയുർവേദ മരുന്ന് കഴിച്ചാലും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, പച്ചമരുന്നൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളത് കഴിച്ച് ചെന്നീട്ട് നടക്കില്ലെന്ന് പറയും. കാര്യം നമ്മുടെ ശരീരത്തൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് കിടക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു മരുന്നാണ് കേട്ടോ. ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. ഞങ്ങൾ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഒത്തിരി പേര് ഇതെൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി പോയവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ പോയവരൊക്കെ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അനുഭവം ഉള്ളത് റിസൾട്ട് കിട്ടിയ മറ്റുള്ളവരോട് പറയുമ്പോഴത്തേക്ക് മറ്റൊരാൾക്കും കൂടെ ഒരു വിശ്വാസമാവുമല്ലോ, അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഇല ഇങ്ങനെ 3 ദിവസമേ നിങ്ങളിത് കഴിക്കാമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മൂത്രത്തേക്കല്ല അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണാണ്, ഇതൊന്ന് പൂർണ്ണമായിട്ടും പൊക്കോട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ കുറേ ദിവസത്തേക്ക് ഇത് കഴിക്കാൻ നിൽക്കില്ലേ. ഇത് 3 ദിവസം കഴിക്കുമ്പം തന്നെ ആ കല്ല് ഇളകി ഇങ്ങി വന്ന് അത് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. നല്ലപോലെ വെള്ളം കുടിക്കുക, സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കണം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ലൊരു മരുന്നാണ്. നിങ്ങളിത് എവിടെയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേണ്ടി ഇങ്ങനെ കാര്യം ഈ മൂത്രത്തിക്കല്ലിൻ്റെയൊക്കെ വേദനയെന്ന് പറഞ്ഞാണ്ടല്ലോ സഹിക്കത്തില്ല. നമ്മൾ കണ്ടു നിൽക്കുന്നവർ
പോലും സഹിക്കത്തില്ല വേദന. അവർ കിടന്ന് പൊളയുമായിരിക്കും വേദനയെടുത്ത്. അത് അതുപോലത്തെ വേദനയാണത്. അത് ഇവിടെ ചേട്ടന് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടന് വന്നിട്ടുണ്ട്, പിന്നെ ചേട്ടൻ്റെ അച്ഛന് വന്നിട്ടുണ്ട്. അച്ഛൻ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് നേരത്തെ കുറേ പ്രാവശ്യം ഈ ഹോസ്പിറ്റലൊക്കെ ചെന്ന് ഇവർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും കേട്ടോ. അച്ഛനെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ പേരൊന്നും ഞാൻ പറയുന്നില്ല. കല്ലെല്ലാം എടുത്തെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ എല്ലാ പ്രാവശ്യവും അച്ഛന് പനിയും വന്ന് കൂടി പിന്നെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാണ് കല്ലുമുഴി എടുത്ത് കളഞ്ഞത്. പിന്നെ അച്ഛൻ അതുപോലെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പനി വന്നാൽ ഭയങ്കര പനിയാണ് വരുന്നത്. പനിയും വരും, അതുപോലെ തന്നെ വേദനയും. ഒരുമാതിരി എന്നാ ബോധമില്ലാത്ത പോലൊക്കെ ആയിപ്പോവും പനി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക്. അത്രയ്ക്കൊരു പ്രശ്നം പിടിച്ച അസുഖമാണിത്. ഇത് വേദനയാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മരുന്നിൻ്റെ കാര്യം മനസ്സിലായി കാണുമെങ്കിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ അനുഭവം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ ഒരുപാട് തന്നെ ഈ കാൽസ്യത്തിൻ്റെ ഒക്കെ കൂടുതൽ ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ കക്ക ഇറച്ചി പിന്നെ എന്താ ഈ മുട്ട ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കാണ് കൂടുതലും ഈ കിഡ്നി സ്റ്റോണൊക്കെ വരുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ ഡോക്ടേഴ്സ് ഓരോന്ന് പറയുന്നുണ്ട്. കോവയ്ക്കായാലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്താ തക്കാളിക്കായാലുണ്ടെന്നൊക്കെ പറയും. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കക്ക ഇറച്ചി ഇതിന് പ്രശ്നമാണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അല്ല ബാക്കിയൊന്നും എനിക്കറിയാൻ പറ്റും. ഡോക്ടേഴ്സ് ഓരോ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ ഈ ഉണക്ക സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അന്നേരമല്ലേ നമ്മൾ ഈ വെള്ളം കൂടി കുറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് വെള്ളം കൂടി കുറയുന്നല്ല, വെള്ളം കുടിക്കും നമ്മൾ. പക്ഷേ അത് നമുക്ക് യൂറിനായിട്ട് പോകത്തില്ല. കാര്യം നമ്മൾ വേർത്തേ പോകത്തുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളം കൂടി കുറയുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വെള്ളം കൂടി കുറയുന്നല്ല, വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടം പോലെ. പക്ഷെ നമ്മളെ വേർത്ത് ഫുള്ള് പോകും. നമുക്ക് യൂറിൻ അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതനുസരിച്ച് യൂറിൻ പോകത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കല്ല. ഉണക്കാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ വെള്ളം കുടിക്കുന്നത്. മഴയൊക്കെ ആകുമ്പോഴാണ് വെള്ളം കൂടി കുറയുന്നത്. ഉണക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ല ദാഹമുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ വേർത്ത് പോത്തേ ഉള്ളൂ. യൂറിൻ അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അത്രയും അളവ് തന്നെ യൂറിനായിട്ട് പോകത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പെയിൻ ചെറുതായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മൾ എന്നതെങ്കിലും ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു സാധനം എടുക്കുമ്പോൾ ഈ കല്ല് ചെറുതായിട്ടൊന്ന് അനങ്ങും. ഈ കല്ല് ചെറുതായിട്ടൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ചേട്ടൻ ഇതുപോലെ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് താമസത്തിന് മുന്നത്തെ വർഷം അതുപോലെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ അന്നൊക്കെ പിള്ളേർ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ എന്തായാലും അഡ്മിറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി. ഞങ്ങളവിടെ സ്ഥിരതാമസമായി. പിന്നെ ഒന്നിച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ ആദ്യ പ്രാവശ്യം പോയി. അപ്പോൾ ഡോക്ടർ ചെറിയ കല്ലാണ്, ഒന്നും ചെയ്യേണ്ട, കുഴപ്പമില്ല, തന്നെ പൊക്കോളും, വെള്ളം കുടിച്ച്. ആ പ്രാവശ്യം പക്ഷേ എനിക്കൊന്നൊരു 10-15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് വേദനയൊക്കെ കുറഞ്ഞ് തിരിച്ചു വന്ന്. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതും ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പിറ്റേ പ്രാവശ്യവും ആ സമയമായപ്പോഴത്തേക്ക് ചേട്ടന് ഭയങ്കര വേദനയായിട്ട് അന്ന് അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതായിരുന്നു. അമ്മേനെ ചേട്ടൻ എടുത്ത് ഇങ്ങനെ കിടത്തു അങ്ങനെ എന്തോ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് വേദന വന്നത്. അങ്ങനെ വന്ന് ചേട്ടന് ഇങ്ങനെ ചെറുതായിട്ട് വേദന വരുമ്പോഴേ അറിയാം. ചേട്ടൻ കുറേ വേദന സഹിക്കും കേട്ടോ. ശരിക്കും വേദന സഹിക്കും. ആ മുഖം മാറുന്നത് കാണുമ്പോഴേ എനിക്കറിയാം പെയിൻ തുടങ്ങിയെന്നറിയാം. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലടി നോക്കട്ടെ, എന്നേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ പോവാം, ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. വെച്ചാൽ ഞങ്ങൾ പോയാൽ എല്ലാവരും കൂടെയാണ് ഞങ്ങൾ പോയി അഡ്മിറ്റ് ആകുന്നത് അവിടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ രക്ഷയില്ല, വേദന കൂടി. ലാസ്റ്റ് മൂത്ത ഏട്ടൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വലിയ കല്ലാണ്, അത് ആ കിഡ്നിയിലാണ് ഇരിക്കുന്നത്, അവിടുന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറല്ലേ. ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഓട്ടം പോകുമ്പോഴൊന്നും അങ്ങനെ ഒന്ന് വെള്ളം കുടിക്കാൻ, വെള്ളം എങ്ങനെയും കുടിക്കാം, ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള സമയം വെച്ചാൽ യാത്രക്കാരെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് പിന്നെ ഇവിടെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ യൂറിൻ പിടിച്ചു വെക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു ഓട്ടം പോയിട്ട് വന്നപ്പോഴാണ് ചേട്ടൻ്റെ വേദന ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓട്ടം പോയിട്ട് വന്നപ്പോഴത്തേക്ക് അത് പിന്നെയും കൂടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, അത് പോകും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്ന് വീട്ടിൽ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പോയിട്ട് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു പോവാം. അപ്പോൾ എനിക്കൊന്ന് ഞങ്ങളോട് 1 ലക്ഷം രൂപ എങ്ങാണ്ട് പറഞ്ഞു കേട്ടോ, അത്ര ആവുമെന്ന് പറഞ്ഞു സർജറിക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി ഒരാഴ്ച ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അപ്പം ഈ സർജറി ചെയ്താൽ മാത്രമല്ലല്ലോ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് വേണം. ഇവിടുത്തെ ഏക ആശ്രയം എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞങ്ങളുടെ വീട്ടിലെ വരുമാനമാർഗം തന്നെ. അതും ഡ്രൈവറാണ്, വേറെ ഒരു ജോലിയല്ല. വണ്ടി ഓടിയാൽ മാത്രമേ നമുക്ക് ഊണാൻ പറ്റത്തുള്ളൂ. പിള്ളേരും ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. അന്നേരത്തേക്ക് ചേട്ടൻ അങ്ങ് ടെൻഷനായി. ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കിടന്നു കഴിഞ്ഞാൽ എന്നെ ചെയ്യൂടി, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ന സമയത്താണ് പിന്നെ ഈ കല്ലൂർ പഞ്ചോ അങ്ങനെ കല്ലൂരിക്കോ അങ്ങനെ ഇടയിൽ പറഞ്ഞ സാധനം അവിടെ പറമ്പിലുണ്ട് എന്ന് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു. അത് അരച്ച് കഴിച്ചാൽ മാറിക്കിടും. ഇപ്പോൾ ഈ നമുക്കൊരു അസുഖം വരുന്ന 100 പേര് 100 അഭിപ്രായങ്ങൾ പറയും, 100 മരുന്നിനെ പറ്റി പറയും. ചിലപ്പോൾ അവർക്ക് ഒന്നും അറിയാൻ മേലാത്താണെങ്കിൽ പോലും അവർ പറയും അത് കുടിച്ചോ, അത് അരച്ചോ, കഴിച്ചോ എന്ന് പറയും. നമ്മൾ ആ ഒരു സമയത്ത് കിട്ടുന്നതെല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പം ആ ഒരു പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞില പോലെ വന്നേച്ച് അത് കുഞ്ഞു കായുണ്ട്. മറ്റേ ഇതല്ല കേട്ടോ, മഞ്ഞപ്പിത്തത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നല്ല, അല്ലാതെ അതിൻ്റെ പേര് അങ്ങനെ കണ്ടാന്ന് തോന്നി. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ആ പേരടിക്കുമ്പോൾ അതായിരുന്നു വന്നുകൊണ്ടിരുന്നത്.
അങ്ങനെ അത് കൊണ്ടുവന്ന് ഞാനിങ്ങനെ അരച്ച് കൊടുത്തിട്ടെങ്കിലും ഒരു കുറവുമില്ല കേട്ടോ. ദിവസം അരച്ച് കുടിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ യാതൊരു കുറവില്ല. വേദന അതുപോലെ തന്നെ നിൽക്കുന്നത്. ഇഞ്ചക്ഷൻ ഒരു ദിവസം 2 ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. ഇവിടെ ഞാൻ തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുറേ ദിവസമായി കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്നെ നമുക്ക് അങ്ങ് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാനിത് നമ്മളിതിങ്ങനെ അരച്ച് കൊടുത്തോണ്ടിരിക്കില്ല. അപ്പോൾ ഇല തീർന്നപ്പോൾ വീണ്ടും പറിക്കാൻ പോയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ കണ്ടു കേട്ടോ. അപ്പോൾ ആ ആൻറ്റി എന്നോട് പറഞ്ഞു എന്നെ അന്ന് നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാബുസിന് മൂത്രത്തിക്കല്ലിൻ്റെ ഒരു പ്രശ്നമാണ്, ഭയങ്കര വേദനയാണ്, ഓപ്പറേഷൻ പറഞ്ഞേക്കാം. അപ്പോൾ അതങ്ങനെ അല്ലാതെ എന്തെങ്കിലും മരുന്നിലൂടെ പോകുന്നെങ്കിൽ പോട്ടെ എന്നോർത്ത് വന്നതാണ്. അപ്പോൾ ആ ആൻറ്റിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇനി വാ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. അപ്പോൾ അവിടെ ഒരു ആശാ വർക്കർ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീട്ടിലാണ് ഇതുള്ളത്, ഹെൽത്തിൽ. അപ്പം ആ ചേച്ചിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉണക്ക സമയത്താണേലും ഇത് നല്ലപോലെ കിളുക്കുന്നതാണ് കേട്ടോ. അന്നേരം വലിയ ഇലയൊന്നും അല്ല, അവരുടെ മുറ്റത്ത് അവിടെ ഒക്കെ ഉണ്ട്. അവരുടെ മുറ്റത്ത് ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ ചേച്ചി ഉണ്ട്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പയ്യൻ ഇതുപോലെ കിഡ്നിയിലായിരുന്നു, ഈ മരുന്ന് കൊണ്ട് കൊടുത്ത് ഇങ്ങനെ അരച്ച് കഴിച്ച് അവർ പറഞ്ഞു തന്നെ ഇങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ. അരച്ച് കഴിച്ച് 3ാമത്തെ ദിവസം കല്ല് പോയി, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയോട് കേട്ടപ്പോൾ നമുക്കൊരു വിശ്വാസവും കൂടായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആദ്യമേ കുറേ ഇല പറിച്ചുകൊണ്ട് വന്ന് ഞാനൊരു 3 ദിവസത്തേക്കുള്ള ഇല, അപ്പോൾ അത് കുഞ്ഞിലയാണ് എനിക്ക് കിട്ടിയത്. ഒരില ഞാൻ 5 ഇല വെച്ച് ഒരു ദിവസം അരച്ച് വെളുപ്പിനെ മരുന്ന് കൊടുത്തു. 2 ദിവസം കുടിച്ചു. 3ാമത്തെ ദിവസം കുടിച്ചു. 3ാമത്തെ ദിവസം കുടിച്ചേച്ച് രാവിലെ എന്നോട് പറഞ്ഞു എനിക്ക് മൂത്രം പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് പേടിയായിപ്പോയി. കാര്യം നമ്മൾ ഈ മരുന്നും എല്ലാം കൊടുത്തിട്ട് വല്ല പ്രശ്നവും പറ്റിയതാണോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ വേഗം റെഡി നമുക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിലെ കല്ല് ഇളകി ട്യൂബിൻ്റെ തുമ്പത്ത് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് യൂറിൻ പോകാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സർജറി വേണ്ട, അത് തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഈ ചൂട് സമയത്ത് എങ്ങനെ പോകാനായിട്ടാണ്? എന്നിട്ട് ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇപ്പോൾ ചൂട് സമയമല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഒരു ചെറിയ കാര്യത്തിനൂടെ അഡ്മിറ്റ് ആകണോ എന്ന് ചോദിച്ചാൽ അത് യൂറിൻ പാസ് ചെയ്താൽ പോകാനില്ല. കാര്യം ഹോസ്പിറ്റലിലൊക്കെ ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിടന്നാൽ മതി, നമ്മൾ കുത്തുപാള എടുക്കുന്ന പോലത്തെ ബില്ലുള്ള ഹോസ്പിറ്റലൊക്കെ അതൊക്കെ. അതുകൊണ്ടാണ് ആ ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഞങ്ങളോട് ചോദിച്ചു അഡ്മിറ്റ് ആക്കണോ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ അഡ്മിറ്റ് ആക്കണ്ട, ട്രിപ്പ് ഒന്ന് എഴുതി തന്നാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ട് ഇട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ട്രിപ്പ് എഴുതി തന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ട്രിപ്പ് ഇട്ടു. ആ കൂടെ തന്നെ നാരങ്ങ വെള്ളവും അതും ഇതും എല്ലാം കുറേ വെള്ളം കുടിപ്പിച്ചേനെ. വെള്ളം എല്ലാം കുടിപ്പിച്ച് ഞാൻ ഭയങ്കര ചൂട് സമയമാണ്, ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് AC ഇട്ടൊക്കെ കിടത്തി കഴിയുമ്പോഴത്തേക്ക് തണുപ്പും എല്ലാം കൂടെ ചെന്ന് ട്രിപ്പ് കയറി ചെയ്യപ്പോൾ ഒരു ബോട്ടിൽ കയറിയപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യണം. ഞാൻ പറഞ്ഞു നിൽക്കി ഒരു ഇച്ചിരി കൊണ്ടൊന്ന് പിടിച്ച് നിൽക്കി, മറ്റേ ബോട്ടിലും കൂടെ ഒരു പകുതി കയറട്ടെ എന്നാണ്. അങ്ങനെ പകുതി കയറിയപ്പോൾ പറഞ്ഞു ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ആ ഒറ്റ ഇതിൽ ബാത്റൂമിൽ കയറി യൂറിൻ പാസ് ചെയ്യപ്പോഴത്തേക്കുണ്ടല്ലോ ഈ കല്ല് തെറിച്ച് പോകുന്ന കണ്ട് ചേട്ടനോട് പറഞ്ഞു എടി കല്ല് പോകുന്ന ഞാൻ കണ്ടു, കല്ല് അതിനകത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ 2 ചെറുത് ഒരു ഇതായിട്ടുള്ള കുരുമുളക് പോലെ ഇരിക്കുന്ന കല്ല്, അതുപോലെ ഇരിക്കുന്ന 2 കല്ല്. അത് പോയതിന് ശേഷം ഇന്ന് വരെ ചേട്ടന് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരുമോ അല്ലെങ്കിൽ ഞങ്ങളോട് ഓപ്പറേഷൻ പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരുമോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനീ പറയുന്ന സത്യമായിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഈ ചെടി കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് പിന്നെയും ഈ മുതതികളെന്നൊക്കെ പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ തുടക്കം നമുക്ക് അറിയാം, അത് വീണ്ടും അത് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നടുവിന് ചെറിയൊരു വേദന തുടങ്ങും. അങ്ങനെ വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് 2 ദിവസം ഞാൻ ഇതുപോലെ ഈ മരുന്ന് അരച്ച് കൊടുക്കും. ഇപ്പോൾ കുറേ നാളായി ദൈവം അനുഗ്രഹിച്ച് ഇല ഇപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയാം, ഇവർക്കറിയാം, ഈ വേദന വന്നിട്ടുള്ളവർക്ക് അറിയാം. ഒരു ചെറുതായിട്ടൊരു വേദന ഒരു തോന്നലി എന്ന് പറയുമ്പോൾ 2 ദിവസമോ 3 ദിവസം നമ്മൾ കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ ദിവസങ്ങളോളം അരച്ച് കൊടുക്കരുത്, 3 ദിവസമേ കൊടുക്കാവുള്ളൂ. അപ്പം ഒന്ന് കുടിക്കുമ്പോഴത്തേക്ക് പറയും അതങ്ങ് മാറി, വേദന അങ്ങ് മാറി, കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ ഇതുവരെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാര്യം ഈ മുത്തത്തിക്കല്ലിന് എടുക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കെറ്റ്നോ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ്. അത് ഇച്ചിരി ഭയങ്കര ഡോസ് കൂടിയൊരു ഇഞ്ചക്ഷനാണ്. അതറിയാവുന്നവർക്കൊക്കെ അറിയാം. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും വേദന കുറയാതെ കിടന്ന് പൊളയുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ വേദനയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്ത് പറഞ്ഞാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇതിന് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മളെ വെറുതെ വിട്ടത്. എനിക്ക് അനുഭവം ഉണ്ടായൊരു കാര്യം ഞാൻ നിങ്ങളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇലയല്ലേ, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. ഇങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നത്. പിന്നെ ഇന്ന് വരെ ഞങ്ങൾ ആശുപത്രി കയറിയിട്ടില്ല കേട്ടോ. ഒത്തിരി പേരിനോട് ഇത് ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും.
ഇങ്ങനെ ഇതിനുള്ള മരുന്നാണ്. ഇവിടെ ആര് വന്നാലും ഞാൻ പറയും ഈ ചെടി എന്നാണെന്നറിയാവോ, ഇത് ഇങ്ങനെ മൂത്രത്തിക്കല്ലിനുള്ള മരുന്നാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും. ചിലർ തൈ മേടിച്ചുകൊണ്ട് പോകും, ചിലർ ഇല വന്ന് കൊണ്ടുപോയി മരുന്നരച്ച് ഇങ്ങനെ വയ്യാത്തവർക്ക് കൊടുത്തേച്ച് പറയും മാറി കേട്ടോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എന്നാ ഉണ്ടെങ്കിലും ആര് വരുമ്പോഴേ അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തും കേട്ടോ. അതൊരു ചെടിയാണേലും പച്ചക്കറിയാണേലും ഇങ്ങനെയുള്ള സാധനങ്ങളാണേലും അവർക്ക് കാണാൻ താല്പര്യമില്ലപ്പോഴും ഞാൻ പറയും ബാബ ഒരു കാര്യം കാണിച്ചിരുന്നത് വിളിച്ചോണ്ട് ഇത് എന്തിനുള്ളതെന്നറിയോ, ഇന്ന കാര്യത്തിനുള്ള എന്ന് പറയും. അപ്പം ചിലർക്കത് തൈകൾ വേണം തന്ന് പരിശോധിക്കും, തരാമെന്നെങ്കിൽ ഞാൻ പറയും തരാം, അതിനെന്നാന്ന് ചോദിക്കും. അങ്ങനെ നമുക്കൊരു നല്ല കാര്യം നടക്കുന്നത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാതെ എന്നുള്ളത് നമുക്കതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ, ഒരു ദോഷവും വരത്തില്ല. അപ്പം നിങ്ങൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ അടുത്തെങ്ങാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ തരാം കേട്ടോ, എൻ്റെ കയ്യിലുണ്ട്. അതല്ല ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇലമുളച്ചി എന്ന് പറഞ്ഞ ചെടി എവിടെയെങ്കിലുമൊക്കെ കാണും. ഇപ്പോൾ വീടിൻ്റെ ഇത് പൂവൊക്കെ ഉണ്ടാകുന്നതാണേ, ചില വീടിൻ്റെ മുറ്റത്ത് ചെടിയായിട്ടൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊരു തൈ കിട്ടിയാൽ മതി, പടർന്ന് കയറിക്കോളും, ഇഷ്ടം പോലെ കായ്ക്കോളും. പറമ്പിലോട്ടൊക്കെ ഇട്ടാൽ മതി, അവിടെ അങ്ങ് പടർന്ന് കിളുത്തോളും. അതുപോലെ ഇത് ഉണ്ടാകുന്നതാണ്. പിന്നെ വെച്ചാൽ ചിലർക്ക് ചിലപ്പോൾ ഇത് പിടിച്ച് കിട്ടാനും താമസം വരാറുണ്ട് കേട്ടോ. ഒത്തിരി പേര് കൊണ്ടുപോയി തൈ കൊണ്ടുപോയിട്ടുണ്ട്, കിളുത്തിട്ടില്ല, ശരിയായില്ല ചിലർ പറയാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഇല കിളുത്ത് വരുന്ന ഇലയോടുകൂടി കൊടുത്തു വിടും. ഞാൻ പറയും ഈ ഇല മണ്ണിലേക്ക് ഇട്ടേച്ച് അങ്ങ് നട്ടാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തൈ വരുന്നുണ്ട് പറയാം, അങ്ങനെയൊക്കെ പിടിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ആർക്കെങ്കിലും പ്രയോജനമായെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ പ്രയോജനമുള്ളൊരു വീഡിയോ എന്ന് തോന്നിയാൽ അയച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതാണ്, ഇത് നല്ലൊരു മരുന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക്, ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഒന്ന് കൊടുത്തു നോക്കുക, ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിതാണ്, ഇലമുളച്ചി കൊണ്ടുള്ള പ്രയോജനം എന്നാന്നല്ല. ഇലമുളച്ചി കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കാം. കാര്യം വെച്ചാൽ ഒരു സർജറിക്ക് 1,00,000 രൂപയ്ക്ക് മേളിലാകും. നമ്മൾ റൂമൊക്കെ എടുത്ത് ഇത് എങ്ങനെ പോയാലും ഒരു 50,000 രൂപയെങ്കിലും ആകും. ഇതിൻ്റെയൊക്കെ ഓപ്പറേഷന് പോലെ ഇപ്പോൾ വാർഡിൽ കിടന്നെന്ന് പറഞ്ഞാലും മരുന്ന് ഒരു പനി കൊണ്ട് നമ്മൾ ചെന്നാൽ നമുക്കറിയാലോ എത്ര രൂപയാകും എന്നറിയാലോ. അപ്പോൾ ഒരു സർജറിക്ക് ആകുമ്പോൾ എത്ര രൂപയാകും. അങ്ങനെ ഇത് ഓപ്പറേഷൻ ഇല്ലാതെ നടക്കുന്ന കാര്യം കൂടാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയുക. പിന്നെ നമ്മുടെ ഇന്നലേക്ക് ഇട്ട വീഡിയോയുടെയൊക്കെ കഴിഞ്ഞ ദിവസം കേട്ട വീഡിയോയുടെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം കേട്ടോ. ഇതിപ്പോൾ തന്നെ ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ട് ഞാൻ കഥ പറഞ്ഞു പോയത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ പറയും. നിങ്ങൾ എന്നെ സംശയങ്ങൾ വേണമെങ്കിലും കമൻറ്റിലൂടെ ചോദിച്ചു എനിക്ക് അറിയാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പിന്നെയും ഞാൻ പറയുന്നു, ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ അവർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. പറയുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടത് നമ്മൾ വിശ്വാസത്തോടുകൂടി ഇരിക്കുക, എല്ലാം സാധിച്ചു കിട്ടും. നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.